ഫാർമക്കോളജിക്കൽ ടോപ്പിക്കുകളായിരിക്കും നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ആദ്യത്തെ ടോപ്പിക്ക് ഹെപ്പാരിൻ. ഓക്കെ, എന്താണ് ഹെപ്പാരിൻ എന്നുള്ള ഡ്രഗ് എന്ന് എല്ലാവർക്കും അറിയാം. ഹോസ്പിറ്റൽസുകളിലെല്ലാം കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്നൊരു ഡ്രഗാണ് ഹെപ്പാരിൻ. സോ ബേസിക്കലി ഇറ്റ്സ് എ anticoagulant. So we can see the drug. So it's an anticoagulant, which means it prevents the clot formation. രക്തം കട്ട പിടിക്കുന്നതിനെ തടയുന്ന ഒരു ഡ്രഗാണ് ഹെപ്പാരിൻ എന്ന് പറയുന്നത്. ഇറ്റ്സ് എ ബ്ലഡ് തിന്നർ. സോ നമ്മുടെ കൊയാഗുലേഷൻ കാസ്കേഡ് എല്ലാവർക്കും അറിയാം. അത് രണ്ട് തരത്തിലാണ് വർക്ക് ചെയ്യുന്നത്. ഇൻട്രിൻസിക് പാത്വേയും ഉണ്ട്, എക്സ്ട്രിൻസിക് പാത്വേയും ഉണ്ട്. അപ്പോൾ അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഫാക്ടറാണ് ത്രോംബിൻ. സോ ഈ ത്രോംബിൻ ഫോം ചെയ്യുന്നത്, ത്രോംബിനാണ് ആക്ച്വലി ഫൈബ്രിനോജനെ ഫൈബ്രിനാക്കി മാറ്റി ക്ലോട്ട്, സ്റ്റേബിൾ ആയിട്ടുള്ള ഫൈബ്രിൻ ക്ലോട്ട്സുകളാക്കുന്നത്. അപ്പം ആ ത്രോംബിൻ്റെ ഒരു ഇൻഡയറക്റ്റ് ഇൻഹിബിറ്ററായിട്ടാണ് ഹെപ്പാരിൻ ആക്ട് ചെയ്യുന്നത്. സോ ഇറ്റ് വിൽ ഇൻഡയറക്ട്ലി ഇൻഹിബിറ്റ് ദ ത്രോംബിൻ ആൻഡ് ദെയർബൈ ഇറ്റ് വിൽ പ്രിവെൻറ്റ് ദ ക്ലോട്ട് ഫോർമേഷൻ. അപ്പം പലതരത്തിലുള്ള ആൻറ്റികോയാഗുലുണ്ട്. വാർഫാരിൻ, ഹെപ്പാരിൻ, ഇതെല്ലാം ഡിഫറൻസ്, ഇതിനകത്തുള്ള ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ ഇത് എങ്ങനെയാണ് ആക്ട് ചെയ്യുന്നത്, ഇത് ഈ കോയാഗുലേഷൻ പാത്വേയിൽ ഏത് ഫാക്ടറിനെയാണ് അത് അഫക്റ്റ് ചെയ്യുന്നതിനനുസരിച്ചാണ് നമ്മൾ ആൻറ്റികോയാഗുലൻസുകളെ ക്ലാസിഫൈ ചെയ്യുന്നത്. അപ്പം ഹെപ്പാരിൻ എന്ന് പറയുന്ന ഒരു ആൻറ്റികോയാഗുലൻ്റ് ഒരു ഇൻഡയറക്റ്റ് ആയിട്ടുള്ളൊരു ത്രോംബിൻ ഇൻഹിബിറ്ററാണ്. So it acts on the intrinsic pathway of coagulation and it will activates an antithrombin 3. ത്രോംബിൻ അഗെയിൻസ്റ്റ് ആയിട്ട് ആക്ട് ചെയ്യുന്നൊരു ഫാക്ടറാണ് ആൻറ്റിത്രോംബിൻ 3. സോ ദെർബൈ ഇറ്റ് പ്രിവെൻറ്റ്സ് ദ ആക്ടിവേഷൻ ഓഫ് ത്രോംബിൻ ആൻഡ് ദെർബൈ പ്രിവെൻറ്റ് ദ പാത്വേ ഓഫ് ഫൈബ്രിനോജൻ കൺവേർഷൻ ടു ദ സ്റ്റേബിൾ ഫൈബ്രിൻ ക്ലോട്ട്. അതാണ് വളരെ സിമ്പിളായിട്ടുള്ള ഇതിൻ്റെ മെക്കാനിസം ഓഫ് ആക്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, നമുക്കറിയാം നമ്മുടെ ബ്ലഡ് വെസൽസിലൂടെ ബ്ലഡ് വളരെ സ്മൂത്തായിട്ടാണ് ഒഴുകുന്നത്, അല്ലേ? അപ്പം അവിടെ എവിടെയെങ്കിലും ഒരു ക്ലോട്ട് ഉണ്ടെങ്കിൽ അതിന് ആ ബ്ലഡ് ക്ലോട്ട്സ്, ആ സ്റ്റേബിൾ ബ്ലഡ് ക്ലോട്ട്സിനെയാണ് നമ്മൾ ത്രോംബസ് എന്ന് പറയുന്നത്. ആൻഡ് ദ പീസ് ഓഫ് ബ്ലഡ് ക്ലോട്ട് ദാറ്റ് ട്രാവൽസ് ത്രൂ ദ വെയിൻ, അല്ലേ? ആ സ്റ്റേബിൾ ബ്ലഡ് ക്ലോട്ടുകളിൽ നിന്ന് ട്രാവൽ ചെയ്ത് പോകുന്ന ആ പീസസ് ഓഫ് ബ്ലഡ് ക്ലോട്ട്സിനെയാണ് നമ്മൾ എംബോളൈ എന്ന് പറയുന്നത്. ആ പീസ് ഓഫ് ബ്ലഡ് ക്ലോട്ട്സ് ആണ് എംബോളൈസ് എന്ന് പറയുന്നത്. അപ്പോൾ എംബോളയാണ് മെയിൻ ആയിട്ടുള്ള വില്ലൻ, അല്ലേ? എംബോള എന്തൊക്കെയായിട്ട് മാറാം? ഇറ്റ് ക്യാൻ ട്രാവൽസ് ടു ദ ബ്രെയിൻ ആൻഡ് ക്യാൻ റിസൾട്ട് ഇൻ ദ സ്ട്രോക്ക് ഉണ്ടാവാം. അല്ലെങ്കിൽ എന്താണ്, ഇറ്റ് ക്യാൻ റീച്ച് ടു ദ പൾമണറി സിസ്റ്റം ആൻഡ് ക്യാൻ റിസൾട്ട് ഇൻ ദ പൾമണറി എംബോളിസം, ഓർ ഇറ്റ് ക്യാൻ കോസ് ദ മെയിൻ ഹാർട്ട് അറ്റാക്ക്, അല്ലേ? മെയിനായിട്ടുള്ള കൊറോണറി ആർട്ടറീസുകളിൽ പോയി ബ്ലോക്ക് ചെയ്ത് ഇറ്റ് ക്യാൻ റിസൾട്ട് ഇൻ ദ ഹാർട്ട് അറ്റാക്ക്. സോ എംബോളയാണ് മെയിനായിട്ടുള്ളൊരു വില്ലൻ, അല്ലേ? അപ്പോൾ ക്ലോട്ട്സുകളും ഈ ത്രോംബസിനെയും എംബോളൈസിൻ്റെയും ഫോർമേഷനെ പ്രിവെൻറ്റ് ചെയ്യുന്നൊരു ഡ്രഗാണ് ഹെപ്പാരിൻ എന്ന് പറയുന്നത്. സോ വി ക്യാൻ സീ ദ ഇൻഡിക്കേഷൻസ് ഓഫ് ഹെപ്പാരിൻ. ഫസ്റ്റ് വൺ, വീനസ് ത്രോംബോ എംബോളിസം. നമ്മുടെ വെയിനുകളിലുണ്ടാകുന്ന എംബോളെ, ഇറ്റ് ക്യാൻ ഇവഞ്ച്വലി ലീഡ്സ് ടു ദ ഡീപ്പ് വെയിൻ ത്രോംബോസിസുകൾ, നമ്മൾ ഡീപ്പായിട്ടുള്ള വെയിൻസുകളിലുണ്ടാകുന്ന ത്രോംബസ്. ദെൻ പൾമണറി എംബോളിസം, സ്ട്രോക്ക്, ഏട്രിയൽ ഫിബ്രിലേഷൻ. ഏട്രിയൽ ഫിബ്രിലേഷനകത്ത് ഏട്രിയാസ്, ഹൈ റേറ്റിൽ ഏട്രിയാസുകൾ വൈബ്രേറ്റ് ചെയ്യാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്കും എന്താണ്, കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു കൺട്രാക്ഷൻ അവിടെ നടക്കാതെ വരുമ്പോഴത്തേക്കും ദർ ഇസ് ചാൻസ് ഓഫ് പൂളിംഗ് ഓഫ് ബ്ലഡ്സ് വിത്തിൻ ദ ഏട്രിയ. അപ്പം കൂടുതൽ സമയം ഈ ഏട്രിയയിനകത്ത് ബ്ലഡ് കിടക്കുമ്പോൾ ദർ ഇസ് എ ചാൻസ് ഫോർ ദ ക്ലോട്ട് ഫോർമേഷൻ. സോ ഇറ്റ്സ് എ റിസ്ക്. അപ്പം അങ്ങനെയുള്ള ക്ലോട്ട് ഫോർമേഷൻസ് പ്രിവെൻറ്റ് ചെയ്യാൻ നമ്മൾ ഇനീഷ്യൽ പീരീഡിൽ ഹെപ്പാരിൻ യൂസ് ചെയ്യും. ദെൻ ദെയർ ആഫ്റ്റർ വി ക്യാൻ കൺവേർട്ട് ടു ദ വാർഫാരിൻ. അങ്ങനെയാണ് ബാക്കി പേഷ്യൻസുകൾ വാർഫാരിനിലോട്ട് മാറുന്നത്, AF ഉള്ള പേഷ്യൻസ്. ദെൻ മെയിനായിട്ടുള്ള സർജറീസുകളിൽ, കാർഡിയക് സർജറീസ്, ഓർത്തോ സർജറീസ്, ഇവിടെ എല്ലാം ബ്ലഡ് ക്ലോട്ട് ആവാതിരിക്കാൻ വേണ്ടി നമ്മൾ ഹെപ്പാരിൻ പോലത്തെ ആൻറ്റികോയാഗുലൻസ് യൂസ് ചെയ്യും. ദെൻ നെക്സ്റ്റ് വൺ ഈസ് മെയിൻറ്റെയിൻ ദ കത്തീറ്റർ പേറ്റൻസി. എന്തെങ്കിലും കത്തീറ്റേഴ്സുകൾ, അതായത് നമ്മൾ ഡയാലിസിസ് പോലുള്ള കണ്ടീഷൻസുകളിൽ എക്സ്ട്രാ കോർപ്പോറിയൽ സർക്കുലേഷൻസ് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി നമ്മൾ ഹെപ്പാരിൻ യൂസ് ചെയ്യും. എക്സ്ട്രാ കോർപ്പോറിയൽ സർക്കുലേഷൻ മീൻസ് നമ്മുടെ
കോർപ്പോറ മീൻസ് ബോഡിയാണ് അല്ലേ, ബോഡിയുടെ വെളിയിലുള്ള സർക്കുലേഷനെയാണ് നമ്മൾ എക്സ്ട്രാ കോർപ്പോറിയൽ സർക്കുലേഷൻ എന്ന് പറയുന്നത്. അപ്പം അങ്ങനെയുള്ള സർക്കുലേഷൻ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി, അതിനകത്ത് ക്ലോട്ട്സ് ഫോം ചെയ്യാതിരിക്കാൻ വേണ്ടി നമ്മൾ ഹെപ്പാരിൻ പോലത്തെ ഡ്രഗ്സുകൾ ഡയാലിസിസിൻ്റെ സമയത്ത് അല്ലെങ്കിൽ ഹാർട്ട് ലങ് മെഷീൻസുകൾ യൂസ് ചെയ്യുന്ന മെയിനായിട്ടുള്ള CABG പോലത്തെ സർജറീസുകളുടെ സമയത്ത് അവിടെയെല്ലാം നമ്മൾ യൂസ് ചെയ്യും. ദെൻ ലാബ് സാമ്പിൾ, ചില ലാബ് സാമ്പിൾ ഹെപ്പാരിനേറ്റഡ് ആയിട്ടുള്ള വാക്യൂട്ടീനേഴ്സുകളിലായിരിക്കും നമ്മൾ ബ്ലഡ് എടുത്ത് വിടുന്നത്. സോ അപ്പോൾ ലാബ് സാമ്പിൾസുകൾ കളക്ട് ചെയ്യാൻ നേരത്തും നമ്മൾ ഹെപ്പാരിൻ പോലത്തെ ഡ്രഗ്സുകൾ യൂസ് ചെയ്യും. ദീസ് ആർ ദ മെയിൻ ഇൻഡിക്കേഷൻസ് ഫോർ ദ ഹെപ്പാരിൻ യൂസ്. ഓക്കെ, സോ വീനസ് ത്രോംബസ് എംബോളിസം, എല്ലാ എംബോളിക് ആയിട്ടുള്ള അറ്റാക്സുകളിൽ ബ്ലഡ് ക്ലോട്ട് ഫോം ചെയ്തിട്ടുണ്ടാകുന്ന റിസ്ക് ഫാക്ടേഴ്സുകളിലെല്ലാം AF പോലുള്ള കണ്ടീഷൻസ്, സ്ട്രോക്ക്, കാർഡിയക് അറസ്റ്റ്, ദെൻ സർജിക്കൽ കണ്ടീഷൻസ്, ഏതെങ്കിലും കത്തീറ്റേഴ്സുകളുടെ പേറ്റൻസി മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് ഇതിനെല്ലാമാണ് നമ്മൾ ഹെപ്പാരിൻ യൂസ് ചെയ്യുന്നത്. ദെൻ അൺസ്റ്റേബിൾ ആൻജൈന, നമ്മൾ പറഞ്ഞു ഹാർട്ട് അറ്റാക്ക്, അൺസ്റ്റേബിൾ ആൻജൈന, മയോകാർഡിയൽ ഇൻഫാക്ഷൻ, ദെൻ ഡ്യൂറിങ് ഓർ ആഫ്റ്റർ ദ ആൻജിയോപ്ലാസ്റ്റി ഓർ സ്റ്റെൻറ്റ് പ്ലേസ്മെൻറ്റ്. അപ്പോൾ അവിടെ എല്ലാം സ്റ്റെൻറ്റിനകത്ത് ക്ലോട്ട് ഫോം ചെയ്യാതിരിക്കാൻ വേണ്ടി, അല്ലെങ്കിൽ ആൻജിയോപ്ലാസ്റ്റി കഴിഞ്ഞതിന് ശേഷം ക്ലോട്ട് വീണ്ടും പുതിയൊരു ക്ലോട്ട് ഫോം ചെയ്യുന്നതിനെ പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടി നമുക്ക് ഹെപ്പാരിൻ യൂസ് ചെയ്യാം. ഹെപ്പാരിൻ എന്ന് പറയുന്ന ഡ്രഗ് ഒരിക്കലും ഓൾറെഡി ഫോം ചെയ്ത ക്ലോട്ടിനെ പ്രിവെൻറ്റ് ചെയ്യാനല്ല, അതിനെ ഇല്ലാതാക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്നതല്ല, പുതിയൊരു ക്ലോട്ട് ഫോം ചെയ്യുന്നതിനെ പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ ഹെപ്പാരിൻ പോലുള്ള ഡ്രഗ്സുകൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഓൾറെഡി ഫോം ചെയ്ത ക്ലോട്ട്സുകളെ നമുക്ക് ഇല്ലാതാക്കണം എന്നുണ്ടെങ്കിൽ വി നീഡ് ടു യൂസ് ത്രോംബോലൈറ്റിക് ഡ്രഗ്സ്, അതിനെ ലൈസ് ചെയ്യുന്ന, അതിനെ ഇല്ലാതാക്കുന്ന ഡ്രഗ്സുകൾ, അതാണ് ത്രോംബോലൈറ്റിക് ഡ്രഗ്സ് നമ്മൾ പറയും. അപ്പം ഈ ത്രോംബസ് ഫോമേഷന് മുന്നേ ആക്ട് ചെയ്യുന്ന, അല്ലേ, അതിനെ പ്രിവെൻറ്റ് ചെയ്യുന്ന ആളാണ് ഹെപ്പാരിൻ, അല്ലേ, ഇറ്റ്സ് ആൻ ആൻറ്റി ത്രോംബിനാണ്, അല്ലേ. അപ്പം ഒരു ത്രോംബിൻ, ഇൻഡയറക്റ്റ് ആയിട്ടുള്ള ത്രോംബിൻ ഇൻഹിബിറ്ററാണ് ഹെപ്പാരിൻ. അപ്പോൾ ആ ത്രോംബിൻ ഫോം ചെയ്യുന്നതിനെ തടയുകയാണ് ചെയ്യുന്നത്. ഓൾറെഡി ത്രോംബസ് ക്ലോട്ട് ഫോം ചെയ്ത് കഴിഞ്ഞാൽ അതിന് എഗെയിൻസ്റ്റായിട്ട് ആക്ട് ചെയ്യുന്ന ഡ്രഗ്സുകൾ വേറൊരു കാറ്റഗറിയിലാണ് വരുന്നത്. അതാണ് നമ്മൾ വേറൊരു വീഡിയോ ആയിട്ട് നമുക്ക് ചെയ്യാം. ദെൻ ഏതൊക്കെ ടൈപ്പിലാണ് ഹെപ്പാരിൻ ഉള്ളത്? മെയിനായിട്ട് 2 തരത്തിലാണ് ഹെപ്പാരിൻ ഉള്ളത്. ഒന്ന് അൺഫ്രാക്ചനേറ്റഡ് ഹെപ്പാരിൻ ആൻഡ് സെക്കൻഡ് വൺ ഈസ് ലോ മോളിക്കുലാർ വെയ്റ്റ് ഹെപ്പാരിൻ. ഇത് തമ്മിലുള്ള മെയിൻ ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ അൺഫ്രാക്ചനേറ്റഡ് ഹെപ്പാരിൻ, അതിൽ നിന്ന് തന്നെ അറിയാം അതെന്താണ്, വലിയ മോളിക്യൂളായിരിക്കും. അൺഫ്രാക്ചനേറ്റഡ് ഹെപ്പാരിൻ എന്ന് പറഞ്ഞാൽ വലിയ മോളിക്യൂളാണ്. ലോ മോളിക്കുലാർ ഹെപ്പാരിൻ എന്ന് പറഞ്ഞാൽ ആ അൺഫ്രാക്ചനേറ്റഡ് ഹെപ്പാരിനെ തന്നെ ലോ മോളിക്യൂൾസ്, അതിനെ ഫ്രാക്ചേർഡാക്കി പല സ്മോൾ ആയിട്ടുള്ള മോളിക്യൂൾസ് ആക്കി മാറ്റുന്നതാണ്. അപ്പോൾ ഇതിൻ്റെ മെയിൻ ഡിഫറൻസുകൾ നമുക്ക് കാണാം. അൺഫ്രാക്ചനേറ്റഡ് ഹെപ്പാരിൻ നമ്മൾ കോമൺ ആയിട്ട് കൊടുക്കുന്നത് IV ഇൻട്രാവീനസ് ആയിട്ടാണ് നമ്മൾ കൊടുക്കുന്നത്. അതിൻ്റെ മേജർ സൈഡ് എഫക്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, ബ്ലീഡിങ് ആണ്, അല്ലേ. ബ്ലീഡിങ് ആണ് മേജർ സൈഡ് എഫക്റ്റ് എന്ന് പറയുന്നത്. ഇതെപ്പോഴും നമ്മളൊരു ഹോസ്പിറ്റൽ സെറ്റിങ്ങിന് മാത്രമാണ് അൺഫ്രാക്ചനേറ്റഡ് ആയിട്ടുള്ള ഹെപ്പാരിൻ യൂസ് ചെയ്യുള്ളൂ. അപ്പോൾ ഇതിൻ്റെ റിസ്ക് ബ്ലീഡിങ് ആയതുകൊണ്ട് തന്നെ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ടൊന്നെങ്കിൽ ഇതുപോലത്തെ ഡ്രിപ്സുകൾ അല്ലെങ്കിൽ IV ബോളസ് ആയിട്ട് പോകുന്ന പേഷ്യൻസുകളിലെല്ലാം അവരുടെ APTT അല്ലെ PTT വാല്യൂസ്, അതായത് ആക്റ്റീവോപ്ലാസ്റ്റിൻ ടൈം, ആക്ടിവേറ്റഡ് പാർഷ്യൽ ത്രോംബോപ്ലാസ്റ്റിൻ ടൈം നമ്മൾ മോണിറ്റർ ചെയ്യേണ്ടതായിട്ട് വരും. എന്നാൽ ലോ മോളിക്കുലാർ വെയ്റ്റ് ഹെപ്പാരിൻ, LMWH എന്ന് പറയും, അല്ലെങ്കിൽ ക്ലെക്സൈൻ എന്ന് പറയും, ഡാൽറ്റിപ്പാരിൻ എന്നൊക്കെ നമ്മൾ കോമൺ ആയിട്ട് പറയുന്ന ഒരു ഡ്രഗാണ് ലോ മോളിക്കുലാർ വെയ്റ്റ് ഹെപ്പാരിൻ, എനോക്സപാരിൻ എന്നൊക്കെ. അപ്പോൾ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് നെയിംസ് ഉണ്ട്. സോ ഇത് നമ്മൾ കോമൺ ആയിട്ട് കൊടുക്കുന്നത് സബ്ക്യൂട്ടേനിയസ് റൂട്ടിലാണ് നമ്മൾ കൊടുക്കുന്നത്. അത് നമുക്ക് എന്താണ്, പേഷ്യൻസിനെ വേണമെങ്കിൽ ഹോം ബേസ്ഡ് ആയിട്ട് അവർക്ക് എടുക്കാൻ പറ്റുന്ന ഒരു ഡ്രഗാണ് ലോ മോളിക്കുലാർ വെയ്റ്റ് ഹെപ്പാരിൻ. ഇത് എന്താണ്, കുറച്ചുകൂടെ ലെസ് ആയിട്ടുള്ള ബ്ലീഡിങ് കോംപ്ലിക്കേഷൻസ് ആണ് ലോ മോളിക്കുലാർ വെയ്റ്റ് ഹെപ്പാരിനുള്ളത്. അത് നമുക്ക് സെൽഫ് അഡ്മിനിസ്ട്രേറ്റീവ് ആയിട്ടുള്ളൊരു ഡ്രഗാണ്. വിദേശ രാജ്യങ്ങളിലെല്ലാം കോമൺ ആയിട്ട് സെൽഫ് അഡ്മിനിസ്ട്രേറ്റീവായിട്ട് യൂസ് ചെയ്യുന്നൊരു ഡ്രഗാണ്, അവരുടെ ബ്ലഡ് തിന്നറായിട്ട് അവർ യൂസ് ചെയ്യുന്ന ഡ്രഗാണ് ലോ മോളിക്കുലാർ ഹെപ്പാരിൻ എന്ന് പറയുന്നത്. അപ്പോൾ സബ്ക്യൂട്ടേനിയസ് ആയതുകൊണ്ട് തന്നെ നമ്മൾ ഇൻസുലിൻ യൂസ് ചെയ്യുന്ന തരത്തിൽ പേഷ്യൻസിന് യൂസ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഇതാണ് കോമൺ ആയിട്ടുള്ള ഇത് തമ്മിലുള്ള ഡിഫറൻസ്, അൺഫ്രാക്ചനേറ്റഡ് ആൻഡ് ലോ മോളിക്കുലാർ വെയ്റ്റ് ഹെപ്പാരിൻ. ഇതിൽ മേജർ ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ അൺഫ്രാക്ചനേറ്റഡ് ഹെപ്പാരിൻ
നമ്മൾ IV ആയിട്ട് കൊടുക്കുന്ന ഡ്രഗിന് എപ്പോഴും ഒരു റാപ്പിഡ് ഓൺസെറ്റാണ്. അതിൻ്റെ ആക്ഷൻ പെട്ടെന്നായിരിക്കും അത് ആക്ട് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നമ്മളിപ്പോൾ കാർഡിയാക് അറസ്റ്റൊക്കെ വരുന്ന ഒരു പേഷ്യൻസിന് നമ്മൾ ഒന്നെങ്കിൽ IV റൂട്ട്സിൽ IV ഡ്രിപ്പായിട്ട് അല്ലെങ്കിൽ IV ബോളസായിട്ടൊക്കെ കൊടുക്കുന്നത് അൺഫ്രാക്ചുനേറ്റഡ് ഹെപ്പാരിനായിരിക്കും ഇനീഷ്യലി. ദെൻ പതുക്കെ നമ്മൾ അതെന്താണ് ലോ മോളിക്കുലാർ ഹെപ്പാരിനാക്കി മാറ്റാറുണ്ട്. കാരണം ലോ മോളിക്കുലാർ വെയിറ്റ് ഹെപ്പാരിൻ എപ്പോഴും ഒരു സ്ലോ ഓൺസെറ്റ് ഓഫ് ആക്ഷനാണ്. അപ്പോൾ അതിന് ബ്ലീഡിങ് റിസ്കുകളില്ല, അത് സേഫാണ്. അതുകൊണ്ട് നമുക്ക് കൂടുതലായിട്ടുള്ള ബ്ലഡ് മോണിറ്ററിങ്ങോ APTT വാല്യൂസ് മോണിറ്ററിങ്ങോ ഒന്നും അവിടെ ആവശ്യമില്ല. സേഫർ സൈഡാണ് എപ്പോഴും ലോ മോളിക്കുലാർ വെയിറ്റ് ഹെപ്പാരിൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇതൊക്കെയാണ് കോമൺ ആയിട്ടുള്ള ഡിഫറൻസ്. ഏതൊക്കെ റൂട്ടിലാണ് നമ്മൾ കൊടുക്കുന്നത് നമ്മൾ ഓൾറെഡി പറഞ്ഞു അല്ലേ. IV റൂട്ടിൽ IV ബോളസായിട്ട് നമ്മൾ കൊടുക്കാറുണ്ട്, അല്ലെങ്കിൽ IV ഡ്രിപ്സ് ആയിട്ട് നമ്മൾ കൊടുക്കാറുണ്ട്. ഒന്നെങ്കിൽ നോർമൽ സലൈനിൽ ആഡ് ചെയ്ത് ഹെപ്പാരിൻസ് കൊടുക്കാറുണ്ട്, അല്ലെങ്കിൽ ഹെപ്പാരിൻ ആഡഡ് ആയിട്ടുള്ള ഹെപ്പാരിൻ സോഡിയം അവൈലബിൾ ആണ്, IV ഫ്ലൂയിഡ്സ് ആയിട്ട് അവൈലബിൾ ആണ്. ദെൻ സബ്ക്യൂട്ടേനിയസ് റൂട്ട് എന്ന് വെച്ചാൽ പ്രീ ഫിൽഡ് ആയിട്ടുള്ള സിറിഞ്ചസുകൾ, ഗ്ലാസ് സിറിഞ്ചസുകളിൽ ഹെപ്പാരിൻ ലോവർ ഡോസിൽ കിട്ടും. സോ ഇതാണ് കോമൺ ആയിട്ടുള്ള റൂട്ട്സ് IV ആൻഡ് സബ്ക്യൂട്ടേനിയസ്. സോ സബ്ക്യൂ നമ്മൾ എപ്പോഴും കൊടുക്കുന്നത് ഫാറ്റി ടിഷ്യൂവിലാണ്. കോമൺ സൈറ്റുകൾ നമുക്കറിയാം, നമുക്ക് തൈസിൽ കൊടുക്കാം, ബെല്ലി ബട്ടക്സിൽ കൊടുക്കാം, ഇൻസുലിൻ കൊടുക്കുന്ന പോലെ തന്നെ നമുക്ക് കൊടുക്കാം. പക്ഷെ കോമൺ ആയിട്ട് നമ്മൾ കൊടുക്കുന്ന ഏരിയ എന്ന് വെച്ചാൽ നമ്മുടെ ബെല്ലി ബട്ടൺ, വയറിന് ചുറ്റുമുള്ള, അതായത് 2 inches ഫ്രം ദ ബെല്ലി ബട്ടൺ ആണ്. എന്തെങ്കിലും സ്കാറുകളോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിൽ നിന്ന് 1 centimeter എവേ ആയിട്ടാണ് കോമൺ ആയിട്ട് നമ്മൾ ഹെപ്പാരിൻ കൊടുക്കുന്നത്. അപ്പോൾ ഇൻസുലിൻ കൊടുക്കുന്ന പോലെ തന്നെ സബ്ക്യൂട്ടേനിയസ് ആയതുകൊണ്ട് തന്നെ സ്കിൻ ഡാമേജസ് അല്ലെ ലിപ്പിഡ് ഡിസ്ട്രോഫി ഉണ്ടാകാനുള്ള സാധ്യത ഉള്ളതുകൊണ്ട് വി ഹാവ് ടു റൊട്ടേറ്റ് ദ സൈറ്റ്. അപ്പോൾ ഇൻസുലിൻ കൊടുക്കുന്ന കണക്ക് തന്നെ സൈറ്റ് മാറി മാറി വേണം ഹെപ്പാരിൻ അഡ്മിനിസ്ട്രേറ്റ് ചെയ്യാൻ. ഡു നോട്ട് മസാജ് ദ സൈറ്റ് ആഫ്റ്റർ അഡ്മിനിസ്ട്രേഷൻ ഓഫ് ഹെപ്പാരിൻ. അല്ലേ, അത് നമ്മൾ മസാജ് ചെയ്യില്ല. ഇൻസുലിൻ കൊടുക്കുമ്പോഴും നമ്മൾ മസാജ് ചെയ്യുന്നത് പ്രൊമോട്ട് ചെയ്യാറില്ല. എന്താണ് ഈ APTT? എല്ലാവരും പറയാം അല്ലേ, ഹെപ്പാരിൻ കൊടുക്കുന്ന പേഷ്യൻസിന് IV ആയിട്ട് IV ഡ്രിപ്സ് ആയിട്ട് ഹെപ്പാരിൻ പോകുന്ന കേസുകളിൽ, അല്ലെങ്കിൽ CABG പോലുള്ള വലിയ സർജറീസ് ചെയ്യുമ്പോൾ നമ്മൾ ഹെപ്പാരിൻ ഹൈഡോസിലാണ് കൊടുക്കുന്നത്. ഹാർട്ട് ലങ് മെഷീൻസിലൂടെ ബ്ലഡ് ക്ലോട്ട് ആവാതെ ഫ്ലോ ചെയ്യണമെങ്കിൽ അല്ലേ, അതാണ് ഒരു എക്സ്ട്രാ കോർപ്പോറിയൽ സർക്കുലേഷൻ. അതുവഴി ബ്ലഡ് ഫ്ലോ ചെയ്യാൻ വേണ്ടിയെല്ലാം നമ്മൾ ഹെപ്പാരിൻ അഡ്മിനിസ്ട്രേറ്റ് ചെയ്യുമ്പോൾ വി ആർ കണ്ടിന്യൂസ്ലി മോണിറ്ററിങ് ദ APTT വാല്യൂസ് അല്ലേ. ഒരു കണ്ടിന്യൂസ് IV ഇൻഫ്യൂഷൻ പോകുന്ന പേഷ്യൻസുകളിൽ നമ്മൾ എവറി 4 to 6 hours വി ഹാവ് ടു മോണിറ്റർ ദ APTT. APTT എന്ന് പറഞ്ഞാൽ ആക്ടിവേറ്റഡ് പാർഷ്യൽ ത്രോംബോപ്ലാസ്റ്റിൻ ടൈമാണ്. അപ്പം PTTയും നമ്മൾ കേട്ടിട്ടുണ്ട്, APTTയും കേട്ടിട്ടുണ്ട് അല്ലേ. അപ്പോൾ രണ്ടും സെയിം ആണ്, രണ്ടും സെയിം കാര്യമാണ് നോക്കുന്നത് അല്ലേ. ഹൗ ലോങ് ഇറ്റ് ടേക്സ് ടു അല്ലേ, ഹൗ ലോങ് ദ ക്ലോട്ടിംഗ് ഫാക്ടേഴ്സ് വർക്ക് ടു ഫോം എ ക്ലോട്ട്. ഈ ക്ലോട്ടിംഗ് ഫാക്ടേഴ്സുകളെല്ലാം ചേർന്ന് ആ ക്ലോട്ട് ഫോം ചെയ്യാനായിട്ട് എത്ര സമയം എടുക്കും എന്നുള്ളതാണ് നമ്മൾ ആക്ച്വലി നോക്കുന്നത്. ഇവിടെ APTT എന്ന് പറയുമ്പോഴത്തേക്കും ഇറ്റ്സ് എ ആക്ടിവേറ്റർ. നമ്മളൊരു ആക്ടിവേറ്റർ കൂടെ നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട്. എന്നുവെച്ചാൽ അതിന് സ്പീഡപ്പ് ചെയ്യാനായിട്ട്, ക്ലോട്ട് ഫോർമേഷനെ സ്പീഡപ്പ് ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്ന ഒരു ആക്ടിവേറ്റർ കൂടെ ആഡ് ചെയ്തിട്ടുള്ള ടെസ്റ്റാണ് APTT. രണ്ടും ടെസ്റ്റ് ചെയ്യുന്ന ഒരേ കാര്യമാണ്. അപ്പോൾ ഇവിടെ നമ്മൾ ഒരു ഹെപ്പാരിൻ അഡ്മിനിസ്ട്രേറ്റ് ചെയ്യുമ്പോൾ എപ്പോഴും എന്താണ്, പേഷ്യൻ്റെ ഒരു ആക്യുറേറ്റ് ആയിട്ടുള്ള വെയിറ്റ് വേണം. നമ്മൾ ആ വെയിറ്റിൻ്റെ ബേസിലാണ് നമ്മൾ പേഷ്യൻസിന് ഹെപ്പാരിൻ്റെ ഡോസ് ഡിറ്റർമൈൻ ചെയ്യുന്നത്. അപ്പോൾ ബേസ്ഡ് ഓൺ ദ വെയിറ്റ് മാത്രമേ നമ്മൾ ഹെപ്പാരിൻ്റെ ഡോസേജ് കാൽക്കുലേറ്റ് ചെയ്യാറുള്ളൂ. അപ്പോൾ APTT വാല്യൂവിനെ പറ്റി പറയുമ്പോഴത്തേക്കും നോർമലി ഇറ്റ് ഈസ് 30 to 40 സെക്കൻഡ് ആണ് ആ നോർമൽ റേഞ്ച് ഓഫ് APTT എന്ന് പറയുന്നത്. അപ്പം ഹെപ്പാരിൻ ആക്ട് ചെയ്യാനുള്ള തെറാപ്യൂട്ടിക്കൽ റേഞ്ച് എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് 1.5 to 2.5 ടൈംസ് ഓഫ് ദ നോർമൽ റേഞ്ച്. ആ നോർമൽ റേഞ്ചിൻ്റെ 1.5 to 2.5 ടൈംസ് ആണ്. അതായത് 60 to 80 സെക്കൻഡാണ് ഹെപ്പാരിൻ്റെ ഒരു തെറാപ്യൂട്ടിക് റേഞ്ച് ഓഫ് APTT വാല്യൂ എന്ന് പറയുന്നത്. ആ ഒരു റേഞ്ചിനകത്ത് വേണം APTT മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട്. ഇപ്പം 60-ന് താഴെയാണ് APTTയുടെ വാല്യൂ എങ്കിൽ അത് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് എന്താണ്, അവിടെ ക്ലോട്ട് ഫോം ചെയ്യാനുള്ള ചാൻസ് കൂടുതലാണ്. നമ്മൾ കൊടുക്കുന്ന ഹെപ്പാരിൻ്റെ ഡോസ് കുറവാണ്. നമ്മളപ്പോൾ എന്ത് ചെയ്യണം, ഒന്നെങ്കിൽ അത് ഡയറക്റ്റ് ബോളസ് ആയിട്ട് കൊടുക്കണം, അല്ലെങ്കിൽ ആ റേറ്റ് കൂട്ടണം, ഡ്രിപ്പ് റേറ്റ് കൂട്ടേണ്ടതായിട്ട് വരും. നേരെ തിരിച്ച്
18 കൂടുതലാണ് നമ്മൾ കൊടുക്കുന്നത്, 18 കൂടുതലാണ് എപിറ്റിറ്റി വാല്യൂ എങ്കിൽ ഹയർ ആണ് അല്ലേ. ഹയർ ആണെങ്കിൽ ഇറ്റ് ഇൻഡിക്കേറ്റ് ഇതെന്താണ്, ഹെപ്പാരിൻ്റെ ഡോസ് കൂടുതലാണ്, ബ്ലീഡിങ്ങിനുള്ള റിസ്ക് കൂടും അല്ലേ. അപ്പോൾ എന്ത് ചെയ്യണം, വി ഹാവ് ടു റെഡ്യൂസ് ദ ഡോസ്. അല്ലെങ്കിൽ റേറ്റ് റെഡ്യൂസ് ചെയ്യാല്ലേ, സ്റ്റോപ്പ് ചെയ്ത് വെക്കേണ്ടതായിട്ടുള്ള സിറ്റുവേഷൻ ആണെങ്കിൽ സ്റ്റോപ്പ് ചെയ്യുക. അപ്പം അങ്ങനെയാണ് നമ്മൾ ഒരു കണ്ടിന്യൂസ് IV ഇൻഫ്യൂഷൻസുകളിൽ പോകുന്ന ഹെപ്പാരിൻ്റെ ആ ഒരു റേഞ്ച് അല്ലെങ്കിൽ അതിൻ്റെ ഡോസേജ് ഡിറ്റർമൈൻ ചെയ്യുന്നത് ഈ ബ്ലഡ് മോണിറ്ററിങ് വഴിയാണ്. ദാറ്റ്സ് ആക്ടിവേറ്റഡ് പാർഷ്യൽ ത്രോംബോപ്ലാസ്റ്റിൻ ടൈം. സോ ഹെപ്പാരിൻ പോകുന്നതുകൊണ്ട് തന്നെ വി ഹാവ് ടു മോണിറ്റർ ഫോർ ഹെമച്ചൂറിയ അല്ലേ. ബ്ലീഡിംഗ് ആണ് ഏറ്റവും വലിയ റിസ്ക്. ഹെമച്ചൂറിയ ഉണ്ടോ പേഷ്യൻറ്റിന്, അത് ബ്ലഡ് അല്ലേ, ബ്ലഡ് ഇൻ യൂറിൻ, അതാണ് ഹെമച്ചൂറിയ. ഹെമച്ചൂറിയ ഉണ്ടോ, അല്ലെങ്കിൽ മെലീന ഉണ്ടോ, ഫീക്കൽ മാറ്റേഴ്സ് ബ്ലഡ് കണ്ടൻറ് ഉണ്ടോ, അല്ലെങ്കിൽ ലൂസിങ് ഓഫ് ഗം ബ്ലീഡ് ഉണ്ടോ പേഷ്യൻറ്റിന്, കോഫി കളേർഡ് ആയിട്ടുള്ള വോമിറ്റസ് ആണോ, ദെൻ ദ വൈറ്റൽ സൈൻസ് അല്ലേ, ഹാർട്ട് റേറ്റ് കൂടുതലാണോ, BP കുറയുന്നുണ്ടോ, ദെൻ എനി ഹെഡേക്ക് ഒക്കെ ഇൻഡിക്കേറ്റ് ചെയ്യുന്ന ബ്ലീഡിങ് ഇൻ ദ ബ്രെയിൻ ആണ് അല്ലേ. അപ്പോൾ എന്തെങ്കിലും ബ്ലീഡിങ്ങിൻ്റെ റിസ്ക് ഉണ്ടോ പേഷ്യൻറ്റിന്, ദെൻ പ്ലേറ്റ്ലെറ്റ്സ് വാല്യൂസ് എങ്ങനെയാണ്, അത് ഡിക്രീസ്ഡ് ആവുന്നുണ്ടോ, HB ആൻഡ് HCT വാല്യൂസ് ഇതെല്ലാം കുറയുന്നുണ്ട്, ഇതെല്ലാം ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് ബ്ലീഡിങ്ങിൻ്റെ റിസ്ക് ആണ്. അപ്പം വി ഹാവ് ടു മോണിറ്റർ ഫോർ ഓൾ ദ വൈറ്റൽ സൈൻസ് ഓഫ് ദ പേഷ്യൻറ്റ്. ദെൻ ബ്ലഡ് ആണെന്നുണ്ടെങ്കിൽ APTT വാല്യൂ, പ്ലേറ്റ്ലെറ്റ് വാല്യൂ, ഹീമോഗ്ലോബിൻ, HCT ഇതെല്ലാം മോണിറ്റർ ചെയ്യുക. ദെൻ സൈൻസ് ഓഫ് ബ്ലീഡിങ് ലൈക്ക് ഹെമച്ചൂറിയ, മെലീന, ഗം ബ്ലീഡ് ആൻഡ് കോഫി കളേർഡ് വോമിറ്റസ് ആൻഡ് ഹെഡേക്ക്. ദെൻ നഴ്സസ് റെസ്പോൺസിബിലിറ്റി, എങ്ങനെയാണ് നമ്മൾ ഇവിടെ ആക്ട് ചെയ്യേണ്ടത്. ഒരു ഹെപ്പാരിൻ പോകുന്നൊരു പേഷ്യൻറ്റിന് എന്തെല്ലാം നഴ്സസ് എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണം. സോ ഫസ്റ്റ് വൺ ഈസ് എന്താണ് അല്ലേ, ഒരു കോംപ്ലിക്കേഷൻ വന്നു കഴിഞ്ഞാൽ അതിൻ്റെ ആൻറ്റിഡോട്ട് എന്താണെന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം അല്ലേ. സോ ദാറ്റ് ഇസ് പ്രോട്ടമിൻ സൾഫൈഡ്, ഇറ്റ്സ് ആൻറ്റിഡോട്ട് ഓഫ് ഹെപ്പാരിൻ. ദെൻ വി ഹാവ് ടു അവോയ്ഡ് IM. ഒരിക്കലും ഹെപ്പാരിൻ പോകുന്ന പേഷ്യൻസിന് IM കൊടുക്കാൻ പാടില്ല, ഇറ്റ് ക്യാൻ കോസ് ദ ബ്ലീഡിങ്. ദെൻ ഹോൾഡ് ഡയറക്റ്റ് ആൻഡ് ഫേം പ്രഷർ ആഫ്റ്റർ ദ ബ്ലഡ് ഡ്രോ. അതായത് എന്തെങ്കിലും IV കാനുലേഷൻ്റെ ശേഷമോ അല്ലെങ്കിൽ എന്തെങ്കിലും ബ്ലഡ്സ് എടുത്തതിന് ശേഷമോ ഹെപ്പാരിൻ പോകുന്നൊരു പേഷ്യൻ്റ് ആണെങ്കിൽ നമ്മൾ കൂടുതൽ സമയത്തേക്ക് പ്രഷർ കൊടുക്കേണ്ടതായിട്ട് വരും അല്ലേ. അപ്പം അത് ശ്രദ്ധിക്കുക, ബ്ലീഡിങ്ങിൻ്റെ റിസ്ക് ഉള്ളതുകൊണ്ട് കൂടുതൽ സമയത്തേക്ക് പ്രഷർ കൊടുക്കുക ആ ഏരിയയിൽ, അല്ലെങ്കിൽ സിവിയർ ബ്ലീഡിങ് ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ട്. ദെൻ ഇറ്റ് ക്യാൻ ബി സേഫ്ലി യൂസ്ഡ് ഡ്യൂറിങ് ദ പ്രഗ്നൻസി സമയത്ത് സേഫായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഡ്രഗാണ് ഹെപ്പാരിൻ. കാരണം എന്താണ്, അബോർഷൻ പോലുള്ള കേസുകൾ പ്രിവെൻറ്റ് ചെയ്യാനായിട്ട് ഹെപ്പാരിൻസുകൾ യൂസ് ചെയ്യാം. ഓക്കെ, സോ ഇറ്റ് ഓൾസോ ആക്ട് എസ് എ ബ്രിഡ്ജ് വൈൽ സ്വിച്ച് ടു വാർഫാരിൻ. അപ്പോൾ വാർഫാരിനിലോട്ട് പേഷ്യൻ്റ് മാറുന്നവരെ ആ ഒരു തെറാപ്യൂട്ടിക് റേഞ്ച് മെയിൻറ്റെയിൻ ചെയ്യുന്നതിന് വേണ്ടി നമ്മൾ ഹെപ്പാരിൻ യൂസ് ചെയ്യാറുണ്ട്. പ്രത്യേകിച്ചും AF ഒക്കെ ഉള്ള പേഷ്യൻസുകളിൽ, ന്യൂലി ഡയഗ്നോസ്ഡ് കേസുകളിലെല്ലാം നമ്മൾ ആ തെറാപ്യൂട്ടിക് റേഞ്ച് അറ്റൈൻ ചെയ്യുന്നവരെ നമ്മൾ ഹെപ്പാരിനാണ് യൂസ് ചെയ്യുന്നത്. ഹെപ്പാരിനെ സംബന്ധിച്ചിടത്തോളം വാർഫാരിൻ ഒരു സ്ലോ ഓൺസെറ്റ് ഓഫ് ആക്ഷനാണ് വരുന്നത്. അപ്പോൾ ആ സ്ലോ ഓൺസെറ്റ് ഓഫ് ആക്ഷൻ ആയതുകൊണ്ട് തന്നെ അത്രയും സമയത്തേക്ക് ആ ക്ലോട്ട് പ്രിവെൻഷന് ഹെൽപ്പ് ചെയ്യാനായിട്ട് ഹെപ്പാരിൻ നമ്മൾ യൂസ് ചെയ്യും. ദെൻ വി വിൽ സ്വിച്ച് ടു വാർഫാരിൻ. സൈഡ് എഫക്ട്സ് നമ്മൾ നേരത്തെ പറഞ്ഞ കണക്ക് തന്നെ ബ്ലീഡിങ്, ഹിറ്റാണ് ഹെപ്പാരിൻ ഇൻഡ്യൂസ്ഡ് thrombocytopenia. It can result in decreased platelet levels and can result in the bleeding. Then osteoporosis is a major risk factor for the major side effect of heparin. Then hair loss, severe continuous use of heparin can result in severe hair loss and rashes. Then എന്തെല്ലാം കാര്യങ്ങൾ ഹെപ്പാരിൻ എടുക്കുന്ന ഒരു പേഷ്യൻ്റ് എന്തെല്ലാം കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം. ഫസ്റ്റ് വൺ എന്താണ്, സയൻസ് ആൻഡ് സിംറ്റംസ് ഓഫ് ബ്ലീഡിങ്. എങ്ങനെ തിരിച്ചറിയാൻ പറ്റും സിവിയർ ബ്ലീഡിങ് ഉണ്ടെങ്കിൽ അല്ലെ. നമ്മൾ നേരത്തെ പറഞ്ഞ യൂറിൻ്റെ കളർ നോക്കുക, ഫീക്കൽ മാറ്റേഴ്സിൻ്റെ കളർ നോക്കുക, സിവിയർ ഹെഡേക്ക് ഉണ്ടോ പേഷ്യൻറ്റ്. ഓക്കെ, അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ, ഗം ബ്ലീഡ് ഉണ്ടോ, അപ്പോൾ അതെല്ലാം ശ്രദ്ധിക്കാനായിട്ട് പറയാം. അപ്പോൾ സയൻസ് ആൻഡ് സിംറ്റംസ് ഓഫ് ബ്ലീഡ് പറഞ്ഞു കൊടുക്കുക. ദെൻ എപ്പോഴും യൂസ് ചെയ്യുമ്പോൾ എങ്ങനെ സോഫ്റ്റ് ആയിട്ടുള്ള ടൂത്ത് ബ്രഷുകൾ യൂസ് ചെയ്യാൻ പറയുക, അല്ലെങ്കിൽ എന്താണ് സിവിയർ ബ്ലീഡിങ്ങിനുള്ള റിസ്ക് വരും. ദെൻ ഇലക്ട്രിക് റേസേഴ്സ് അല്ലേ, സാധാരണ റേസേഴ്സ് യൂസ് ചെയ്യാതെ ഇലക്ട്രിക് റേസേഴ്സുകൾ യൂസ് ചെയ്യാൻ പറയാം.
കോൺടാക്റ്റ് സ്പോർട്സുകൾ അവോയ്ഡ് ചെയ്യാൻ പറയുക കഴിവതും. കാരണം അല്ലെങ്കിൽ എന്താണ്, എന്തെങ്കിലും ഇഞ്ചുറീസുകൾ ഉണ്ടാവുകയാണെങ്കിൽ സിവിയർ ബ്ലീഡിങ് ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. ദെൻ ആസ്പിരിൻ, NSAIDs പോലുള്ള ഓവർ ദ കൗണ്ടർ ഡ്രഗ്സുകളെല്ലാം അവോയ്ഡ് ചെയ്യാൻ പറയാം. ഇതെല്ലാം എന്താണ്, ബ്ലീഡിങ്ങിൻ്റെ റിസ്ക് ഒന്നുകൂടെ കൂട്ടുന്ന ഡ്രഗുകളാണ് അല്ലേ. അങ്ങനെയുള്ള ഡ്രഗ്സുകൾ അവോയ്ഡ് ചെയ്യാൻ പറയാം. ദെൻ ദ പ്രോപ്പർ അഡ്മിനിസ്ട്രേഷൻ ഓഫ് ലോ മോളിക്കുലാർ വെയ്റ്റ് ഹെപ്പാരിൻ. എനോക്സാപാരിനൊക്കെ യൂസ് ചെയ്യുകയാണ്, സെൽഫ് അഡ്മിനിസ്ട്രേറ്റ് ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ അതെങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടതെന്ന് അവരെ പഠിപ്പിച്ചു കൊടുക്കുക. ഇത്രയും കാര്യങ്ങളാണ് പേഷ്യൻ്റ് എഡ്യൂക്കേഷനകത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഇത്രയാണ് ഒരു ചെറിയൊരു വീഡിയോയാണ് എന്താണ് ഹെപ്പാരിൻ, അതെങ്ങനെയാണ് ആക്ട് ചെയ്യുന്നത്, അത് ഇൻട്രൻസിക് പാത്വേയിൽ ഏത് ഫാക്ടറിനെ അഫക്റ്റ് ചെയ്ത് എങ്ങനെയാണ് അതിന് ക്ലോട്ട് പ്രിവെൻഷനിലോട്ട് വരുന്നതെന്നുള്ള കാര്യങ്ങളാണ് പറഞ്ഞത് നമ്മൾ. ഏതെല്ലാം പേഷ്യൻസിന് അതിൻ്റെ ഇൻഡിക്കേഷൻസ് എന്തൊക്കെയാണ്, അതുപോലെ തന്നെ അത് ഏതെല്ലാം ഫോമിൽ അവൈലബിൾ ആണ്, എങ്ങനെയെല്ലാം നമുക്കത് അഡ്മിനിസ്ട്രേറ്റ് ചെയ്യാം, അതിൻ്റെ കോംപ്ലിക്കേഷൻസ് എന്തൊക്കെയാണ്, ബ്ലഡ് മോണിറ്ററിങ് എങ്ങനെയൊക്കെയാണ് നമ്മൾ ചെയ്യുന്നത്, അതിൻ്റെ ബേസിൽ എങ്ങനെയാണ് നമ്മൾ ഡോസ് അഡ്ജസ്റ്റ് ചെയ്യുന്നത്, ദെൻ സൈഡ് എഫക്റ്റ് ആൻഡ് പേഷ്യൻ്റ് എഡ്യൂക്കേഷൻ. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞത്. കൊച്ചു വീഡിയോ ആണ്. ഇത് നിങ്ങൾക്ക് ഹെൽപ്ഫുള്ളായിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സുമായിട്ട് ഷെയർ ചെയ്യുക. ഇതുപോലെയുള്ള ഏതെങ്കിലും ഡിഫിക്കൽട്ട് ഡ്രഗ്സുകൾ അല്ലെങ്കിൽ നിങ്ങൾക്ക് അറിയാനായിട്ട് ആഗ്രഹമുള്ള ഡ്രഗ്സുകൾ അല്ലെങ്കിൽ ഏത് റിലേറ്റഡ് ആയിട്ടുള്ള ടോപ്പിക്സ് ആണെങ്കിലും നമുക്ക് ചെയ്യാം. നിങ്ങൾക്ക് ഏതൊക്കെ പോർഷൻസിലാണ് ഡിഫിക്കൽറ്റി തോന്നിയതെന്നുണ്ടെങ്കിൽ അത് പറയുക, കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.